ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്. 2024 നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഡോക്ടർ ആകുക എന്നൊരു ഡ്രീമിന് പിന്നാലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ പല വീഡിയോസിലൂടെയും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഏത് സ്കോർ നേടണം അല്ലെങ്കിൽ ഏത് റാങ്കിൽ എത്തണം എന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ മക്കളെ, MBBS മാത്രമല്ല, ഒരു വെറ്റിനറി ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഹോമിയോപ്പതി, അല്ലെങ്കിൽ ആയുർവേദ, ഇങ്ങനെ പല മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BDS അല്ലെങ്കിൽ വെറ്റിനറി, ഹോമിയോപ്പതി, ആയുർവേദം ഈ ഫീൽഡിൽ 2023 ഏത് റാങ്ക് കിട്ടിയ കുട്ടിക്കാണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ഓക്കെ, അവരുടെ നീറ്റ് സ്കോറും കേരളത്തിലെ റാങ്കും കീമിൻ്റെ റാങ്കും അതേപോലെ ഓൾ ഇന്ത്യ ലെവലുള്ള റാങ്കും നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ MBBSനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. എന്നാൽ കൂടെ നിങ്ങൾ നോക്കിക്കോ, 2023 ഓരോ കാറ്റഗറിയിലും ഏത് കുട്ടിക്കാണ് അവസാനമായിട്ട് ഒരു ഗവൺമെൻറ് സീറ്റ് ലഭിച്ചത്. സോ ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് ആണ്, ജനറൽ കാറ്റഗറി, റിസർവേഷൻ ഒന്നുമില്ലാതെ 640 സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ വരുന്നത് ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. മക്കളെ, ഇത് റൗണ്ട് 3യുടെ സ്കോർ ആണ് കേട്ടോ. റൗണ്ട് 3യിൽ ലഭിച്ച മെറിറ്റ് ലിസ്റ്റ് ആണ്. സോ ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 585 മാർക്കുള്ള കുട്ടിക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. MBBSനാണ്. ദെൻ ഈഴവ കാറ്റഗറി 612 ആണ് സ്കോർ. മുസ്ലിം കാറ്റഗറി എടുത്താൽ മുസ്ലിം കാറ്റഗറിക്ക് 1313 കേരള റാങ്കുള്ള 626 സ്കോർ ഉള്ള കുട്ടിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ദെൻ BH കാറ്റഗറി ബാക്ക്വേർഡ് ഹിന്ദു ആണ്, 592 ആണ് മാർക്ക്. 2915 ആണ് കേരളത്തിലെ റാങ്ക്. ഓൾ ഇന്ത്യ ലെവലുള്ള റാങ്ക് എടുക്കുകയാണെങ്കിൽ 33,470. ദെൻ LA കാറ്റഗറി 564 ആണ് സ്കോർ. DV കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ധീവര കാറ്റഗറിയിൽ 537 ആണ് മാർക്ക് വരുന്നത്. ദെൻ VKയിൽ 605 ആണ്. BX എടുക്കുകയാണെങ്കിൽ 585. ദെൻ KU കാറ്റഗറി 432. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കേരള റാങ്കാണിത്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഈ നീറ്റ് സ്കോർ വെച്ചിട്ടുള്ള നിങ്ങളുടെ റാങ്ക് ആണ്. ഓക്കെ, ദെൻ വരുന്നത് KN SC ആൻഡ് ST കാറ്റഗറി. KN കാറ്റഗറിയിൽ 503 മാർക്ക് ലഭിച്ച കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. SC കാറ്റഗറി എടുക്കുകയാണെങ്കിൽ SC കാറ്റഗറിയിൽ 447 വരെ 2023 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ST കാറ്റഗറിയാണ് 341 ആണ് MBBSന് അഡ്മിഷൻ ലഭിച്ച. MBBSന് കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, അതല്ലാണ്ട് കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് MBBSന്റെ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അതിനുശേഷം വരുന്നത് ആയുർവേദമാണ്. നിങ്ങൾക്കൊരു ആയുർവേദ ഡോക്ടർ ആയാൽ മതി എങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ആയുർവേദ കോളേജിൽ, അതും ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് ആണ്, ജനറൽ കാറ്റഗറിയാണ്, റിസർവേഷൻ ഒന്നുമില്ലാതെ 476 നീറ്റ് സ്കോർ ലഭിച്ച കുട്ടിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചു. ദെൻ ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണെങ്കിൽ 338 മാർക്ക് മതി, ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ദെൻ ഈഴവ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 442 ആണ് സ്കോർ. ആൻഡ് കേരള റാങ്ക് നോക്കുകയാണെങ്കിൽ 13,782. ദെൻ മുസ്ലിം കാറ്റഗറിയാണ്. മുസ്ലിം കാറ്റഗറിയിൽ നോക്കുക, മുസ്ലിം കാറ്റഗറി 14,103 ആണ് കീമിൻ്റെ റാങ്ക്, കേരള റാങ്ക്. ആൻഡ് 438 ആണ് സ്കോർ. ഈ കാണിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്. നെക്സ്റ്റ് വൺ BH കാറ്റഗറി. BH കാറ്റഗറിയിൽ 448 ആണ് സ്കോർ. 13,334 ആണ് ആ കുട്ടിക്ക് ലഭിച്ച കേരള റാങ്ക്. ദെൻ LA കാറ്റഗറിയിൽ 354 നീറ്റ് സ്കോർ ലഭിച്ച കുട്ടിക്കാണ് ഒരു ആയുർവേദ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. സോ ഒരു ആയുർവേദ ഡോക്ടർ ആകാൻ സാധിച്ചു അല്ലേ? ദെൻ DV കാറ്റഗറിയാണ്. DV കാറ്റഗറിയിൽ 374 നീറ്റ് സ്കോർ ഉള്ള ആൾക്ക് കേരള റാങ്ക്. 19,070 ഉള്ള വിദ്യാർത്ഥിക്ക് എവിടെ അഡ്മിഷൻ ലഭിച്ചു? ആയുർവേദ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ദെൻ VKയുടെ നീറ്റ് സ്കോർ 434 ആണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 1,83,067 ആണ്. ദെൻ അടുത്തത് BX കാറ്റഗറിയുടെ നീറ്റ് സ്കോർ 378 ആണ്, കേരള റാങ്ക് 18,762. ദെൻ KU കാറ്റഗറിന് 260 മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക്
ആയുർവേദത്തിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ദെൻ വരികയാണെങ്കിൽ KN കാറ്റഗറി. KN കാറ്റഗറിക്ക് 307 ലാസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ നീറ്റ് സ്കോർ. അടുത്തത് DV കാറ്റഗറിയാണ്. DV കാറ്റഗറി നോക്കുക, നീറ്റ് സ്കോർ 374 ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 2,72,361. മക്കൾക്കറിയാം ഇത് കേരള റാങ്ക് ആണ്. കേരള റാങ്ക് എന്ന് പറയുന്നത് കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് ആ റാങ്ക് തയ്യാറാക്കുന്നത്, അല്ലെ? അത് കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഇന്ത്യയിൽ നീറ്റ് എക്സാം എഴുതുന്ന മുഴുവൻ കുട്ടികളുടെയും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഓൾ ഇന്ത്യ റാങ്ക്. ആ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട അപ്ലൈ ചെയ്യാവുന്നതാണ്. VK കാറ്റഗറി നോക്കുക, 434 നീറ്റ് സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്കാണ് VK കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചത്. അടുത്തത് BDS. ഓക്കെ, BDS എനിക്കൊരു MBBS കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സാണ് BDS എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ നോക്കുക, BDSന് ആർക്കൊക്കെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ ലഭിച്ചത്. 2023 കണക്കുകളാണ്. ഇതാ ഒരൊറ്റ ടേബിളിൽ മൊത്തം ലിസ്റ്റ് ഉണ്ട്. SM സ്റ്റേറ്റ് മെറിറ്റ് നോക്കുക. സ്റ്റേറ്റ് മെറിറ്റിൽ 571 ജനറൽ കാറ്റഗറിയിൽ യാതൊരു റിസർവേഷൻ ഇല്ലാതെ 571 നീറ്റ് സ്കോർ ഉള്ള ആൾക്ക് എന്ത് ലഭിച്ചു? അഡ്മിഷൻ ലഭിച്ചു. ദെൻ ഇക്കണോമിക്കലി EM അല്ല EW ആണ്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 476 സ്കോർ. ഇനി നോക്കുകയാണെങ്കിൽ ഈഴവ കാറ്റഗറിയാണ്. 542 സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് 6155 കേരള റാങ്ക് വന്നത്. അഡ്മിഷൻ ലഭിച്ചു BDSന്. മുസ്ലിം കാറ്റഗറിയിൽ 557 സ്കോർ. BH കാറ്റഗറി 485 സ്കോർ. 10,416 കേരളത്തിലെ റാങ്ക്. LA കാറ്റഗറിക്ക് 499 റാങ്ക് ഉള്ള കുട്ടിക്കാണ് BDSന് ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. 9281 റാങ്ക് വരുന്നത്. ദെൻ DV കാറ്റഗറി. DV കാറ്റഗറിക്ക് 412, VK കാറ്റഗറിക്ക് 538 കഴിഞ്ഞ വർഷത്തെ സ്കോർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 538 അല്ലെങ്കിൽ 548 വരുന്ന VK കാറ്റഗറിക്ക് ഇത്തവണ BDSന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ദെൻ BX കാറ്റഗറിയാണ്. 529 സ്കോറുള്ള വിദ്യാർത്ഥിക്ക് BDSന് അഡ്മിഷൻ ലഭിച്ചു. KU കാറ്റഗറി 347 സ്കോർ. KN കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 410 സ്കോർ. ദെൻ SC ആൻഡ് ST. SC നോക്കുകയാണെങ്കിൽ മക്കളെ 387 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BDSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 219 ST കാറ്റഗറിക്ക് വന്ന സ്കോർ. ആൻഡ് STക്ക് കേരള റാങ്ക് നോക്കുകയാണെങ്കിൽ 30,958 ഉള്ള വിദ്യാർത്ഥിക്ക് BDSന് അഡ്മിഷൻ ലഭിച്ചു. സോ നിങ്ങൾക്ക് BDS ആണ് ആഗ്രഹമെങ്കിൽ ഈ വർഷം ഏകദേശം ഈ മാർക്കുകളുടെ കൂടെ മാക്സിമം നമ്മൾക്കൊരു 40 50 അത്രയൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. യെസ്, അത്രയുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ സേഫ് ആണെന്ന് തന്നെ പറയാം. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് BVSC വെറ്റിനറി ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ശ്രദ്ധിച്ചോളൂ. ജനറൽ കാറ്റഗറിയിൽ 563 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത്. EW ആണെങ്കിൽ 524, ഈഴവ കാറ്റഗറി 545, മുസ്ലിം കാറ്റഗറി 539, BH കാറ്റഗറി 542, LA കാറ്റഗറി 470. നോക്കുകയാണെങ്കിൽ ഒരേ ഒരു കോളേജേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സീറ്റ് ലഭിക്കാൻ. LA കാറ്റഗറി 470, DV കാറ്റഗറി 477, ദെൻ VK 537, BX നോക്കുകയാണെങ്കിൽ 532, SC ആൻഡ് ST KU ആൻഡ് KN ആണ്. KU 338, KN 420. KNൽ അവസാനമായിട്ട് കിട്ടിയ കുട്ടിയുടെ റാങ്ക് കേരള റാങ്ക് 15,451. ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാൻ പറ്റിയോ? യെസ്. അടുത്ത് ബാക്കി കാറ്റഗറി നോക്കാം. ഇനി വരുന്ന 2 കാറ്റഗറി SC കാറ്റഗറി ആൻഡ് ST കാറ്റഗറിയാണ്. SC നോക്കുകയാണെങ്കിൽ നീറ്റ് സ്കോർ 374, ഓൾ ഇന്ത്യ തലത്തിൽ 2,31,435 374 നീറ്റ് സ്കോർ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഓൾ ഇന്ത്യ തലത്തിലുള്ള റാങ്ക്. ദെൻ ST കാറ്റഗറി. ST കാറ്റഗറിയിൽ 272 നീറ്റ് സ്കോർ ഉള്ള കുട്ടിക്ക് വെറ്റിനറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വയനാട് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ ഒരു വെറ്റിനറി ഡോക്ടർ ആകാൻ ST കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥി ഏകദേശം ഇത്രയും മാർക്ക്, ഒരു 280 അല്ലെങ്കിൽ 290 300 എക്സ്പെക്ട് ചെയ്തോളൂ. അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ, അത്രയും നീറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ മാത്രമാണ് സാധിക്കുക. ഈ വർഷം ഓരോ വിദ്യാർത്ഥിയും എങ്ങനെയാണോ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും ഈ വർഷത്തെ നീറ്റ് റിസൾട്ട് വരിക, റാങ്ക് ലിസ്റ്റ് വരിക. അതിനനുസരിച്ച് കട്ട് ഓഫ് ഉയരാനും താഴാനും ഒക്കെയുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. സോ ലാസ്റ്റ് വൺ BHMS ആണ്, ഹോമിയോപ്പതി.
സോ നമ്മൾ ആയുർവേദം കണ്ടു, MBBS, ആയുർവേദം, വെറ്റിനറി എല്ലാം കണ്ടു. ഹോമിയോ സയൻസ് ആണ് ഇനി ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത്. സോ ഒരു ഹോമിയോ ഡോക്ടർ ആവണം എങ്കിൽ നോക്കുക, SM കാറ്റഗറിയിൽ 421 സ്കോർ വന്നിരിക്കുന്നത്. ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 238 നീറ്റ് സ്കോർ ഉള്ള കുട്ടിക്കാണ് ഹോമിയോപ്പതിക്ക് കിട്ടിയത്. 29,528 ആയിരുന്നു അവൻ്റെ റാങ്ക് എന്ന് പറയുന്നത്, കേരള റാങ്ക്. ദെൻ ഈഴവ കാറ്റഗറിയിലേക്ക് വരികയാണ്. ഈഴവ കാറ്റഗറിക്ക് വേണ്ട നീറ്റ് സ്കോർ 388 ആണ്. 388 സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് 17,931 ആയിരുന്നു എൻട്രൻസ് കമ്മീഷണർ ഇട്ട കേരള റാങ്ക് എന്ന് പറയുന്നത്. എൻട്രൻസ് കമ്മീഷണർ ഇട്ടല്ല, കേരള റാങ്ക്. യെസ്. ദെൻ മുസ്ലിം കാറ്റഗറി നോക്കുക, 392 ആണ് നീറ്റ് സ്കോർ. 17,563 റാങ്കുകാരന് ഹോമിയോയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ദെൻ BH കാറ്റഗറി 371 ആണ് കുട്ടിക്ക് ലഭിച്ച നീറ്റ് സ്കോർ. ലാസ്റ്റ് വൺ LA കാറ്റഗറിയാണ്. 313 സ്കോറുള്ള കുട്ടിക്ക്, LA വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് ഹോമിയോപ്പതിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ DV കാറ്റഗറി. സോ DV കാറ്റഗറിയിൽപ്പെട്ട 331 മാർക്കുള്ള കുട്ടിക്കാണ് അവസാനമായിട്ട് ഒരു ഹോമിയോ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്, ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്നത്. VK കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 400 ആണ് നീറ്റ് സ്കോർ എന്ന് പറയുന്നത്. ദെൻ BX കാറ്റഗറി നോക്കുകയാണെങ്കിൽ 386 മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. KU കാറ്റഗറിക്ക് 241 ആണ് സ്കോർ. KN കാറ്റഗറിക്ക് 297. SCക്കും STക്കും 311 221 വീതമാണ് സ്കോർ വന്നത്. സോ ഇതാണ് ഹോമിയോയുടെ കേസ് വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നീറ്റ് സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഗവൺമെൻറ് കോളേജസിൻ്റെ കേസ് മാത്രമാണ്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന കോളേജസിൽ അവസാനമായി കിട്ടിയ കുട്ടികളുടെ റാങ്ക് ഡീറ്റെയിൽസും നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട, നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. സോ ഇപ്പം കണ്ട ഈ മാർക്കുകൾ വെച്ചിട്ട് ഒരു കട്ട് ഓഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. ഒരു 10, 20, 30 മാർക്ക് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അൻറ്റിൽ ദെൻ ബൈ.